ഹലോ ഫ്രണ്ട്സ്, ഉഷ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു സംഭാൽ ഉണ്ടാക്കാം. ഇതൊരു ചമ്മന്തിയാണ്. ബിരിയാണിക്കും ചോറിനും ഒക്കെ പറ്റിയൊരു കറിയാണ്. ഇത് 4 സ്പൂണുണ്ട്. ഈ കൊഞ്ചിൻ്റെ പൊടിയാണ്. 2 സവാള എടുത്തിട്ടുണ്ട്. 10-12 അല്ലി വെളുത്തുള്ളി എടുത്തു. ഒരു നെല്ലിക്ക വലിപ്പത്തിന്, അത്രയും വേണ്ട, ഇതിന് കുറച്ച് പകുതി മതി, അത്രയും പുളി എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1/2 ഇഞ്ച് വലിപ്പത്തിനുള്ള. പിന്നെ ഒരു 4 വറ്റൽ മുളക് വെള്ളത്തിലിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. കൊഞ്ചുപൊടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതൊന്ന് വറക്കാനിടാം. ഒന്ന് വറുത്തെടുക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ്. ഇത്രയും അരച്ച് നല്ല പേസ്റ്റ് ആക്കി വെക്കാം. സവാള അരയ്ക്കണം, ഇഞ്ചിയും വെളുത്തുള്ളി അരയ്ക്കണം, ഇതെല്ലാം പേസ്റ്റ് ആക്കി എടുക്കാം. മുളകും അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മൂത്തോട്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എല്ലാം അരച്ചെടുത്തു. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. നന്നായിട്ട് വഴട്ടിയെടുക്കാം. ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഇഞ്ചി അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വഴണ്ട് കിട്ടണം. മുളകും പുളിയും അരച്ചു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കൊഞ്ചുപൊടി പൊടിച്ചു വെച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ചമ്മന്തിയാണ്. ഇത് നല്ലൊരു സംഭാലാണ്. ഇനി അവസാനം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കാം.
നല്ലൊരു കറി റെഡിയായി. ബിരിയാണിക്കൊക്കെ ബെസ്റ്റാണിത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബിരിയാണിയുടെ കൂടെ ഇങ്ങനെ വിളമ്പാം. ഇത് ഫ്രൈഡ് റൈസ് ആണ്.